ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ സരയു തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് പുറത്തേക്ക്. കൂടെ ചാരിയും പോകുന്നുണ്ട്. അവൾക്ക് ശമ്പളം കിട്ടിയ ദിവസമായതുകൊണ്ട് തന്നെ കുഞ്ഞിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. കിരൺ ആണെങ്കിൽ മനോഹരനെ കുഞ്ഞിനെ കാണിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കിരൺ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴായിരിക്കും സരയു അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും കിരണിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. അപ്പൊ രൂപ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിന്റെ മുഖത്ത് നല്ല വിഷമം കുഞ്ഞ് പോയപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അമ്മേ, കുഞ്ഞിനെ ഞാൻ മനോഹരനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ നിന്നതായിരുന്നു. ഞാൻ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും കുഞ്ഞിനെ കാണണമെന്ന ആഗ്രഹം മാത്രമാണ് അമ്മേ പറയുന്നത് എന്ന് പറയുമ്പോൾ, വേണ്ട മോനെ, അത് വേണ്ട. സരയുനെ എതിർത്തുകൊണ്ട് അവനെ കുഞ്ഞിനെ കാണിക്കൊന്നും വേണ്ട. അവന് കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൻ മാറിയതൊക്കെ ശരി തന്നെയായിരിക്കും. സരയു അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമുണ്ടാക്കും. തന്നെയല്ല, അവള് ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യും. അവൾക്ക് ഇപ്പം നമ്മളോടൊക്കെ ഒരുപാട് സ്നേഹമാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വെറുത്ത് അവൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകും. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ അച്ഛനായാലും എനിക്കായാലും കുഞ്ഞെന്ന് പറയുന്നത് ഇപ്പോൾ ജീവനാണ്. കുഞ്ഞ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. കുഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ കൂടി പറ്റില്ല. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് സരയു മോള് വളരെ ചെറുപ്പത്തിൽ. സരയുവിനെ ഞങ്ങൾ അത്ര ലാളിച്ചാണ് വളർത്തിയത്. പക്ഷേ സരയുവിൻ്റെ ലാളന കൂടിയത് കൊണ്ടാണ് സരയുവിന് സ്വഭാവത്തിലേക്ക് വളരെ വ്യത്യാസം വന്നത്. എന്തായാലും ഈ കുഞ്ഞിനെ അങ്ങനെ ഞങ്ങൾ വളർത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മേ എല്ലാവർക്കും മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ പറയുന്ന സരയു ആണെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും പല മാറ്റങ്ങളുണ്ട്. അതുപോലെ മനോഹറിൻ്റെ ജീവിതത്തിലും അവനും ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു അമ്മേ. അതുകൊണ്ട് അവന് നല്ല മാറ്റമുണ്ട് അമ്മയെന്ന് പറയുകയാണ്. അങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ നമ്മുടെ കിരൺ അങ്ങനെ അമ്മയോട് പങ്കുവെക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ കിരൺ മനോഹറിൻ്റെ അരികിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞെന്തി സാറേ എന്ന് ചോദിക്കുകയാണ്. എടാ മനോഹറെ, കുഞ്ഞിനെ കൊണ്ടുപോരാൻ ഞാൻ നിന്നതാണ്. പക്ഷെ അപ്പോഴേക്കും സരയു അവിടേക്ക് എത്തി. സരയുവിന് ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമായതുകൊണ്ട് കുഞ്ഞിന് സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മനോഹറിന് വിഷമാവാണ്. മനോഹർ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ, എടാ അതിന് സാധിക്കുന്നില്ല. ഞങ്ങൾ പലപ്പോഴായിട്ട് അതിന് ശ്രമിക്കുമ്പോഴും പല തടസ്സങ്ങളാണ് വരുന്നത്. അവൾ പറയുന്നതിലും കാര്യമില്ലേ. അവളുടെ കുഞ്ഞ് അത് അതിങ്ങനെ ഒരു അച്ഛൻ ആ കുഞ്ഞിനുണ്ടെന്ന് ആ കുഞ്ഞ് അറിയരുതെന്നാണ് അവളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നിന്നെ കൊല്ലാൻ നോക്കുന്നത്. ആ കുഞ്ഞ് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ കൂട്ടുകാരികളും മറ്റുള്ളവരൊക്കെ അവളുടെ അച്ഛനൊരു ജയിൽ പുള്ളിയാണ്, ഒരു ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നാണക്കേട് ഉണ്ടാകില്ലേ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് സരയു അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ മകളുടെ ജീവിതത്തിലുള്ള ഘട്ടത്തിൽ ഞാൻ ഒരിക്കലും തടസ്സമായി നിൽക്കില്ല. എനിക്ക് എൻ്റെ മകളെ ഒന്ന് അകലെ നിന്നിട്ടോ ഒന്ന് മറഞ്ഞു നിന്നിട്ടോ കണ്ടാൽ മതി. കുഞ്ഞിന് അസുഖമൊന്നുമില്ലല്ലോ സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസുഖമൊന്നുമില്ല, എന്താ നീ അസുഖം വരാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ സാറേ അങ്ങനെ പറഞ്ഞത്? അല്ല, കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ആശുപത്രിയിലോട്ട് തന്നെയായിരിക്കും മിക്കവാറും കുഞ്ഞിനെ കൊണ്ടുവരാം. അങ്ങനെ നിനക്ക് കുഞ്ഞിനെ കാണാലോ, അതാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, ഒരിക്കലും ഞാൻ എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖം വരാൻ പ്രാർത്ഥിക്കില്ല. എൻ്റെ കുഞ്ഞ് ആയുസ് ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും സാറ് പറ്റുമെങ്കിൽ കൊണ്ട് കാണിച്ചു തന്നാൽ മതി, റിസ്ക് ഒന്നും എടുക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്തായാലും എനിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. സാറേ വലിയ കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ICUയിൽ നിന്ന് ഇനിയിപ്പോൾ പെട്ടെന്ന് വാർഡിലേക്ക് മാറ്റും. വാർഡിൽ നിന്നും ഇനി ജയിലിലോട്ടും ഞാൻ പോകും എന്ന് പറയുകയാണ്. എടാ അതിനുള്ളിൽ സരയു നേരിട്ടോ അല്ലെങ്കിൽ സരയു പൈസ കൊടുത്ത് ആരെങ്കിലും ഇറക്കിയോ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നീ പ്രാർത്ഥിച്ചോളണം എന്ന് പറഞ്ഞ് അങ്ങനെ കിരൺ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയു ഒരു സ്വപ്നം കാണുന്നതാണ് കേട്ടോ, കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്ന ഭാഗം. സരയു അങ്ങനെ പാർക്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഫോൺ എടുത്തിട്ട് അവളിങ്ങനെ ആരെയോ വിളിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് മനോഹറിൻ്റെ തലയിൽ കെട്ടൊക്കെയുണ്ട്. ആശുപത്രിയിൽ നിന്ന് നേരെ വരുന്നത്
ഈ പാർക്കിലേക്കാണ്. അങ്ങനെ ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറയുകയും അവൻ അവിടേക്ക് വരികയും കുഞ്ഞ് തനിയെ നിൽക്കണ കാണുമ്പോൾ കുഞ്ഞിനെ ചെന്ന് സരയു കാണാതെ കുഞ്ഞിനെ എടുക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിനെ തുരുതുര എന്ന് പറഞ്ഞ് മുത്തം കൊടുക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്നാണ് സരയു തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്ന മനോഹറിനെ കാണുന്നത്. എടാ എൻ്റെ കുഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഹർ കുഞ്ഞിനെയും എടുത്ത് ഓടുന്ന കാഴ്ചയാണ്. അപ്പം പിന്നാലെയായി സരയു ഓടുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ താടാ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറി കുഞ്ഞിനെയും എടുത്ത് അവൻ രക്ഷപ്പെടുന്ന ഭാഗമാണ് അവൾ സ്വപ്നമായി കാണുന്നത്. പെട്ടെന്ന് അവിടെ ആ പാർക്കിലെ ബെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റ് മോളെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശാരി അപ്പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നുണ്ടാകും. എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. മോളെ എന്ത് പറ്റി? അത് ഞാനൊരു സ്വപ്നം കണ്ടു. അവൻ ജയിലിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നേരെ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ വന്നു. ആ മനോഹർ എന്ന് പറയുന്നവൻ കുഞ്ഞിനെയും കൊണ്ട് അവൻ പോയി. അതാണ് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സ്വപ്നമല്ലേ മോളെ എന്ന് പറയാണ്. അതുകൊണ്ട് അങ്ങനെ കുഞ്ഞിനെ വാങ്ങിയിട്ട് പറയുന്നുണ്ട് നമുക്കൊന്ന് പുറത്ത് പോകാം, എന്തായാലും എനിക്ക് പേടിയാണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിലൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ജ്യൂസ് കുടിക്കാനൊക്കെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് അതിനിടയിൽ ശാരിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജയിലിൽ പോയി കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാ മോളെ കൊലയും ജയിലും ഇതൊക്കെ തന്നെ മോൾ എന്തിനാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ശാരി ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴും അവൾ പറയുന്നത് അവനെ കൊല്ലണം, അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചോദിച്ചിട്ട് ശാരിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ പാർലർ വന്നിരിക്കുന്ന എല്ലാവരും ചുറ്റിലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശാരി പറയുന്നുണ്ട് മോളെ ഇതേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. അതിനെന്താ ശ്രദ്ധിച്ചോട്ടെ, എൻ്റെ കുഞ്ഞിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് നോക്കണം. എന്തായാലും എൻ്റെ കുഞ്ഞിനെ അയാൾക്ക് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പൊക്കോ, ഞാൻ വരാമെന്ന് പറയണം. മോൾ എവിടേക്ക് പോകുന്നത്? അപ്പോൾ അത് ഞാൻ വരാമെന്നല്ലേ പറഞ്ഞത്, എനിക്ക് അയാളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയു നേരെ പോകുന്നത് രാഹുലിൻ്റെ അരികിലേക്കാണ്. അങ്ങനെ രാഹുൽ അവിടെ ജയിലിൽ വന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട് അവനെ അച്ഛൻ തലക്കടിച്ചത് കൊണ്ട് എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ അവൻ ചത്തില്ലല്ലോ, അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആശുപത്രിയിലോട്ട് പോയതാണ്. പക്ഷെ അവിടെ എനിക്ക് നിറച്ച് കാവലുണ്ട് ആൾക്കാരൊക്കെ. എനിക്കൊരിക്കലും ഇനി അങ്ങോട്ട് പോയി അവനെ കൊല്ലാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ശ്രമിച്ച് എനിക്കത് പാളിപ്പോയി. ഇനിയും മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യാനും തയ്യാറല്ല. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അച്ഛനറിയാവുന്ന ഏതെങ്കിലും ഗുണ്ടകളുടെ ലിസ്റ്റ് ആരെങ്കിലും പറ്റിയൊരു പുറത്തുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കോൺടാക്റ്റ് നമ്പർ തരണമെന്ന് പറയാണ്. അങ്ങനെ ഇപ്പോൾ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയത് ആരാ മോളെ? ഒരാളുണ്ട്, പക്ഷെ അവന് ജയിലിലാണോ അതോ ഒളിവിലാണോ എന്നൊന്നും അറിയില്ല. അച്ഛന് നമ്പർ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇയാളെ കോൺടാക്റ്റ് ചെയ്തോളാം. അതില്ലേ മോളെ, ചന്ദ്രസേനൊക്കെ നമ്മളെക്കാളൊക്കെ പിടിപാടുള്ളതാണ്. അവർക്കൊക്കെ ശരിക്കും പേടിയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട്. ഞാൻ അടിച്ചപ്പോഴും അവിടെയുള്ള ആൾക്കാർ പോലീസുകാരൊക്കെ എന്നെ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ അടിയും കൂടിയും കൊടുത്തിരുന്നെങ്കിൽ അവിടെ തീർന്നേനെ അവൻ എന്നിങ്ങനെ രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ അതെ, അവൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി നടക്കുകയാണ്. ഇനി അവൻ ജീവിച്ചിരുന്നാൽ ശരിയാവില്ല. എന്തായാലും എൻ്റെ കുഞ്ഞ് സംരക്ഷണമുള്ള കൈകളിൽ തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കായാലും വളർത്തമ്മയ്ക്കായാലും സ്വന്തം അമ്മയ്ക്കായാലും അവരൊക്കെ സുരക്ഷിതരാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സരയു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.